ഇത് നമ്മളെ അഗ്രികൾച്ചർ ഫാം പാലോടാണ്. നമ്മളതിൻ്റെ ഫ്രണ്ട് ഭാഗമാണിത്. ജില്ലാ കൃഷിത്തോട്ടവും ഉണ്ട് തൊട്ടപ്പുറത്താണ്. ഇതൊരു പ്രൊമോഷൻ വീഡിയോ ആയിട്ട് എടുക്കുന്നതല്ല, എന്നാൽ നമ്മളിത് ജനങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് എടുക്കുന്നതാണ്. അല്ലാതെ ഇപ്പം ഇതൊരു പ്രൊമോഷൻ വീഡിയോ അല്ല. നമ്മൾ ജനങ്ങൾ ഇത് ഇങ്ങനെ പാലോട് പിന്നെ കാർഷിക വികസന വകുപ്പിൻ്റെ ഒരു അഗ്രികൾച്ചർ ഫാം ഉണ്ടെന്ന് അവിടെയുള്ള ആൾക്കാർക്ക് അറിയാം. പുറത്തുള്ള ആൾക്കാർക്ക് കുറച്ച് പേർക്കൊക്കെ അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇന്ന് എടുക്കുന്നതേ ഉള്ളൂ. അല്ലാതെ ആരും ഇത് പ്രൊമോഷന് വേണ്ടിയിട്ട് എടുക്കുന്നതല്ല. ഇതാണ് അവിടെ നിന്ന് ഏകദേശം പെരിങ്ങമലയിൽ നിന്ന് ഏകദേശം ഒരു 4 കിലോമീറ്ററോളം വരും. 4 കിലോമീറ്ററോളം വരും ഈ പറഞ്ഞ അഗ്രികൾച്ചർ ഫാമിലേക്ക്. ഇതാണ് അതിൻ്റെ റോഡ്. മെയിൻ റോഡിൽ നിന്ന് ഇട റോഡിലോട്ടുള്ള കയറി 4 കിലോമീറ്റർ മാറിയാണ് ഈ അഗ്രികൾച്ചർ ഫാം സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ ഓഫീസുണ്ട്, ബ്ലോക്കും ഉണ്ട്. ഒരുപാട് ഏരിയ ഉള്ള സ്ഥലമാണ്. ഒരുപാട് ഏക്കർ കണക്കിന് കൃഷിത്തോട്ടങ്ങളും ഒക്കെ ഉണ്ട്. കൂടുതലും വാഴക്കൃഷി, അതുപോലെ തന്നെ ഏരിയ എന്ന് പറയുമ്പോൾ ഒരുപാട് ഏരിയ ഉണ്ട്. വാഴക്കൃഷി, അല്ലാതെ കാപ്പി, ഏലം, കുരുമുളക്, അഗ്രികൾച്ചർ ഫാം. ഇതാണ് എൻ്റെ ബോർഡ്. നല്ല വൈബാണ്. ഇതൊക്കെ നമ്മളെ വനത്തിൻ്റെ ഒരു അക്കേഷൻ വരമൊക്കെ ഉള്ള സ്ഥലമാണ്. മയിലുണ്ട്, മയിലും കുയിലും എല്ലാം ഉണ്ട്. നല്ല ഒരു വ്യൂ ഉള്ള നല്ല ഏരിയയാണ് കംപ്ലീറ്റ്. ആണ് റോഡ്. ഇതുവഴിയാണ് വരുന്നത്. ഈ റോട്ടൊക്കെയാണ് വരേണ്ടത്. ഇപ്പോൾ അഗ്രികൾച്ചർ ഫാമിലേക്കുള്ള റോഡാണിത്. പെരിങ്ങമലയിൽ നിന്ന് വരുന്ന ഇട റോഡാണ്. പെരിങ്ങമല പഞ്ചായത്താണ് സംഭവം. എന്താടാ നോക്കുന്നത്? പോട്ട് ഒരു വണ്ടിക്കാരൻ വന്നത്. അപ്പോൾ അവർ ഒരുപാട് ഏരിയ ഉണ്ട്. ഇത് കംപ്ലീറ്റ് ഏരിയ എന്ന് പറയുമ്പോൾ ഒരുപാട് ഏരിയ ഉണ്ട്. ഇത് ഒരുപാട് ഏരിയ ഉള്ള സ്ഥലമാണ്. ഒരുപാടെന്ന് പറയുമ്പോൾ ഒരുപാട് ഏരിയ ഉണ്ട്. നിങ്ങൾക്ക് കൃഷിത്തോട്ടങ്ങളാണ് കാണുന്നത്. ഇത് അകത്തോട്ട് കയറി പോണ സ്ഥലമാണ്. അതാണ് വഴി. അതിൻ്റെ ഇത് എറ റോഡിലൊക്കെയുള്ള കയറി പോകണം. അതിന് അകത്തോട്ടുള്ള ഇതാണ് കംപ്ലീറ്റ് സിമെൻറ്റ് കോൺക്രീറ്റ് ചെയ്തിട്ടേക്കുന്നത്. സിമെൻറ്റ് കടപ്പാക്കല്ലാണെന്ന് തോന്നുന്നു. പിന്നെ
എല്ലാം അങ്ങ് ഏരിയ ഒരുപാടുണ്ട്. നമ്മളെന്ത് എങ്ങും പോയി എടുക്കാൻ പറ്റില്ല. ഒരുപാട് ഏരിയയുള്ള സ്ഥലമുണ്ട്. ഒരുപാട് ഏരിയ ഉണ്ട്. ഏക്കറണക്കിന് കിടക്കുകയാണ്. നമ്മൾ എല്ലാ ജോലിക്കാരാണ്. കമ്പനി ജോലിക്കാരായിരിക്കും. ഇതാണ് കയറി പോണ വഴി. അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഓക്കെ, എല്ലാവർക്കും നമസ്കാരം. ഇത് സങ്കര ഇനം വിത്തുകളാണ് ഇവിടെ ഉള്ളത്. സങ്കര ഇനം വിത്ത് ആണ് ഇത്. പ്ലാവാണ്, ചെറിയ പ്ലാവ്. ഇത് താന്ന് കിടക്കും, വലിയ പൊക്കമൊന്നുമില്ല. ഒരു 2 അടി പൊക്കം മാത്രമേ ഇതിന് വരുള്ളൂ. താന്ന് കിടക്കും. ശരിക്കും ചക്ക കായ്ക്കുമെന്നാണ് പറയുന്നത്. ഇതൊക്കെ സങ്കര ഇനം പ്ലാവൻ തൈകളാണ്. ഇപ്പം ഇത് ശരിക്കും ഇവിടെ ഉണ്ട്. അതൊക്കെ ഓരോ ഏരിയ, നമ്മൾ കംപ്ലീറ്റ് എല്ലാം എടുക്കാൻ പറ്റിയിട്ടില്ല. അത്യാവശ്യമൊക്കെ എടുത്തിട്ടുണ്ട്. അഗ്രികൾച്ചർ ഫാമിലിയാണ് ഇതൊക്കെ. സങ്കര ഇനം ബഡ് തൈകളാണ് ഇതെല്ലാം. ബഡ് തൈകളാണ്. ബഡ് ചെയ്ത് വെച്ചേക്കാണ്. ഇത് എന്തോ ഇതാണ് മറ്റേ റംബുട്ടാനാണിത്. റംബുട്ടാൻ കണ്ട ബഡ് ചെയ്ത് വെച്ചേക്കാണ്. ബഡ് തൈ ചെയ്ത് അതിനകത്ത് തന്നെ തൈ വെച്ച് പിടിപ്പിക്കാൻ ഉള്ള സംവിധാനമാണ് ഉള്ളത്. റംബുട്ടാൻ നല്ല ടേസ്റ്റായിരിക്കും റംബുട്ടാൻ.